എല്ലാവർക്കും നമസ്കാരം. പുതിയ വർഷമൊക്കെ തുടങ്ങാനിരിക്കുന്ന സമയത്ത് ബിസിനസ്സുകളിൽ ശക്തമായ മുന്നേറ്റം കാഴ്ചവെക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അതിനെ സഹായിക്കുന്ന ഒരു 3 പില്ലേഴ്സ് നമുക്കിന്നൊന്ന് ഡിസ്കസ് ചെയ്യാം. അതായത് പെർഫോമൻസ് ആക്സലറേഷൻ ഇൻ ബിസിനസ്സിനെ സഹായിക്കുന്ന 3 പില്ലറുകൾ. ആ 3 പില്ലേഴ്സ് ക്ലാരിറ്റി എൻഹാൻസ്മെൻറ്റ്, ക്യാപ്പബിലിറ്റി എൻഹാൻസ്മെൻറ്റ് ആൻഡ് കറേജ് എൻഹാൻസ്മെൻ്റ് ആണ്. ക്ലാരിറ്റി, ക്യാപ്പബിലിറ്റി ആൻഡ് കറേജ്. ഈ 3 കാര്യങ്ങളും എങ്ങനെയാണ് ബിസിനസ്സിൻ്റെ ഗ്രോത്തിനെ സഹായിക്കുന്നത്, നിലനിൽക്കുന്ന സക്സസ് അഥവാ ഒരു സസ്റ്റെയിൻഡ് സക്സസ് എങ്ങനെ മേക്ക് ഷുവർ ചെയ്യുമെന്നുള്ളത് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ആദ്യത്തത് ക്ലാരിറ്റി എൻഹാൻസ്മെൻ്റ് ആണ്. ക്ലാരിറ്റി എന്ന് പറയുന്നത് ഒരു ബിസിനസ് പെർഫോമൻസിൻ്റെ ഫൗണ്ടേഷനാണ്. അതില്ലാതെ വരുമ്പോൾ എഫേർട്ടുകളൊക്കെ ഇങ്ങനെ സ്കാറ്റേഡായിട്ട് തോന്നും, റിസൾട്ട് ഒന്നും ഒരു ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള അവസ്ഥ, ഇടയ്ക്ക് റിസൾട്ട് ഉണ്ടാവുക, ഇടയ്ക്കില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ വരും. അപ്പോൾ ക്ലാരിറ്റിയോട് കൂടി ബിസിനസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ക്ലാരിറ്റി കൂട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോക്ക് എങ്ങനെയാണ്, എന്താണ് ഈ ബിസിനസ്സിൻ്റെ ഉദ്ദേശം, എവിടേക്കാണ് ഇത് പോകുന്നത്, ഓരോ മാസങ്ങളും ഓരോ വർഷവും കഴിയുമ്പോൾ നമ്മൾ എന്ത് ലക്ഷ്യമാക്കിയാണ് പോകുന്നത്, ഈ പാത്ത് ഡിഫൈൻ ചെയ്ത് നമ്മുടെ സ്ഥാപനത്തിലെ ഓരോ ആക്ഷൻസും ഈ ലക്ഷ്യങ്ങളുമായിട്ട് കോർത്തിണക്കി പ്രവർത്തിക്കുന്ന അവസ്ഥയാണ് ഈ ക്ലാരിറ്റി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ക്ലാരിറ്റി ഉണ്ടാവണമെങ്കിൽ 3 കാര്യങ്ങൾ അതിൻ്റെ അടിയിൽ ചെയ്യണം. ഒന്നാമത്തേത് ഫിനാൻഷ്യൽ ഗോൾസ്. നമ്മുടെ ടീമിലുള്ള എല്ലാവർക്കും അറിയണം എന്താണ് ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ ഗോൾസ് എന്ന്. ഉദാഹരണം, ഫിനാൻഷ്യൽ ടാർഗറ്റ്സ്, നമ്മൾ എന്ത് സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, എന്ത് വരുമാനം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നു, എത്ര റവന്യൂ ജനറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, ഏതൊക്കെ റവന്യൂ സ്ട്രീമുകളാണ് കമ്പനിയിലുള്ളത്, എത്ര ശതമാനം പ്രോഫിറ്റ് മാർജിൻ ഉണ്ടായിരിക്കണം, എന്ത് കോസ്റ്റ് സ്ട്രക്ചറിലായിരിക്കണം കമ്പനി പോകേണ്ടത്. ഇതൊക്കെ വ്യക്തമായി റിവ്യൂ ചെയ്ത് റിഫൈൻ ചെയ്ത് ഇതുമായിട്ട് കണക്ട് ചെയ്ത് ഓരോ മാസം പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഫിനാൻഷ്യൽ ഗോൾസ് സെറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെ ക്ലാരിറ്റിക്ക് വളരെ ആവശ്യമാണ്. 2 ഫങ്ഷണൽ ഗോളുകൾ. ഒരു ബിസിനസ് ആകുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പല ഫങ്ഷൻസ് ഉണ്ടായിരിക്കും. പർച്ചേസ് ഉണ്ടാവും, ഇൻവെൻട്രി ഉണ്ടാവും, HR ഉണ്ടാവും, ഓപ്പറേഷൻസ് ഉണ്ടാവും, അക്കൗണ്ട്സ് ഉണ്ടാവും, സെയിൽസ് ഉണ്ടാവും, മാർക്കറ്റിംഗ് ഉണ്ടാവും, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ടാവും. പല പല രീതിയിലാണ് ഇന്ന് കമ്പനികളുടെ ഫങ്ഷൻസ് ഉള്ളത്. നിങ്ങളുടെ ബിസിനസ്സിൽ ഏതൊക്കെ ഫങ്ഷൻസ് ഉണ്ടോ ആ ഫങ്ഷനുകൾക്കെല്ലാം വ്യക്തമായ ക്ലാരിറ്റി ഉണ്ടാവുക. സെയിൽസിലാണെങ്കിൽ സെയിൽസ് ടാർഗറ്റ് സെറ്റ് ചെയ്യുക, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷന് ബെഞ്ച് മാർക്ക് ചെയ്യുക, എഫിഷ്യൻസി മെട്രിക്സുകൾ സെറ്റ് ചെയ്യുക. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും എന്ത് അടിസ്ഥാനപ്പെടുത്തിയാണ് മുന്നോട്ട് പോകേണ്ടതെന്നുള്ളതിൽ ക്ലാരിറ്റി സെറ്റ് ചെയ്യുക. 3ാമത്തെ കാര്യം ലേണിംഗ് ഗോൾസാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ഗോളുകളുണ്ടല്ലോ, ഫങ്ഷണൽ ഗോളുകളും ഫിനാൻസ് ഗോളുകളൊക്കെ, ഫിനാൻഷ്യൽ ഗോൾസ്, ഇതൊക്കെ അച്ചീവ് ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് വേണം, ലേണിംഗ് ഗോൾസ് സെറ്റായിരിക്കണം. ഗ്രോത്ത് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ലേണിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്താണ് മുന്നോട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്കിൽ ഡെവലപ്മെൻറ്റ്, ടീം ട്രെയിനിങ്, മാർക്കറ്റ് അണ്ടർസ്റ്റാൻഡിങ്, ഇതൊക്കെ എങ്ങനെ വേണം. പിന്നെ മാത്രമല്ല, പുതിയ ട്രെൻഡുകൾക്ക് ഒപ്പം സഞ്ചരിക്കാനും പുതിയ ടെക്നോളജിയെ പറ്റിയും പുതിയ മെത്തഡോളജികളെ പറ്റിയൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ലേണിംഗ് എന്ന് പറയുന്നതും ഒരു ഗോളായിട്ട് തന്നെ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇതാണ് ക്ലാരിറ്റിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇങ്ങനെയാണ് ക്ലാരിറ്റി എൻഹാൻസ് ചെയ്യേണ്ടത്. അടുത്ത 2ാമത്തെ ഏരിയയാണ് ക്യാപ്പബിലിറ്റി എൻഹാൻസ്മെൻറ്റ്. നമ്മുടെ കഴിവുകൾ, അതായത് ക്യാപ്പബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ബിസിനസ്സിനെ നന്നായി പെർഫോം ചെയ്യാൻ, ഏറ്റവും ബെസ്റ്റായിട്ട് കൊണ്ടുപോകാൻ അതിനെ തയ്യാറാക്കുക, എക്വിപ്ഡ് ആക്കുക എന്നുള്ളതാണ്. ഈ ഒരു പില്ലറിനെ സംബന്ധിച്ചിടത്തോളം സ്കില്ല് കൂട്ടുക, സ്ട്രാറ്റജികൾ അടിപൊളിയായിട്ട് കൊണ്ടുവരിക, നല്ല സിസ്റ്റംസ് സക്സസ്സിന് വേണ്ടി കൊണ്ടുവരിക, ഇതൊക്കെ ക്യാപ്പബിലിറ്റി എൻഹാൻസ്മെൻ്റ് ആണ്. അപ്പോൾ അതിലൊന്നാമത് ചർച്ച ചെയ്യേണ്ടത് സ്ട്രാറ്റജി മാനേജ്മെൻറ്റ് ഫോർ ഗ്രോത്ത് ആണ്. ഒരു ഫോർവേഡ് തിങ്കിങ് സ്ട്രാറ്റജി, മുന്നോട്ട് ചിന്തിച്ചുകൊണ്ട് എങ്ങനെ ബിസിനസ് ചെയ്യാം, മാർക്കറ്റിലെ ട്രെൻഡ് സെറ്റർ എങ്ങനെയാവാം, കോമ്പറ്റീറ്റേഴ്സിനെ എങ്ങനെ അനലൈസ് ചെയ്യാം, കസ്റ്റമർ ഇൻസൈറ്റുകൾ എങ്ങനെ എടുക്കാം, ഡാറ്റാ ബേസ്ഡ് ആയിട്ട് എങ്ങനെ തീരുമാനം എടുക്കാം. അപ്പോൾ സ്ട്രാറ്റജി എന്തായിരിക്കണം, ഷോർട്ട് ടേമിൽ വിജയങ്ങൾ ഉണ്ടാവണം, അത് ബാലൻസ് ചെയ്യേണ്ടത് ലോങ് ടൈം സസ്റ്റൈനബിലിറ്റി ആയിട്ടായിരിക്കണം. ഭാവിയിൽ നിലനിൽക്കാവുന്നതും ഇന്ന് വിജയം കൈവരിക്കാവുന്നതുമായ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകണം. 2 പീപ്പിൾ മാനേജ്മെൻറ്റ്, അതായത് ഫ്രം ഹയറിംഗ് ടു ഫയറിംഗ് എന്ന് പറയുന്ന ഏരിയ. നല്ലൊരു ടീമിനെ സെറ്റ് ചെയ്ത് നമ്മുടെ വിഷനുമായിട്ട് കണക്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നല്ല ടാലൻറ്റുകളെ സ്ഥാപനത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യുക, അവരുടെ ഗ്രോത്ത് ഉറപ്പുവരുത്തുക, നർച്ചറിങ് ദെയർ ഗ്രോത്ത്. പിന്നെ അതുപോലെ തന്നെ അണ്ടർ പെർഫോമിംഗ് ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അതിനെ പ്രോപ്പറായി അഡ്രസ്സ് ചെയ്യുക. ആവശ്യമാണ് എങ്കിൽ ഒഴിവാക്കേണ്ട ആളുകൾ ഒഴിവാക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് ഹയറിംഗ് മുതൽ ഫയറിംഗ് വരെ എന്ന് പറഞ്ഞത്. അപ്പോൾ എഫക്റ്റീവായിട്ടുള്ള ലീഡർഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ടീമിനെ മോട്ടിവേറ്റ് ചെയ്യുകയും അവരെ ഒരു അക്കൗണ്ടബിലിറ്റി ഉള്ള ആളുകളാക്കി മാറ്റുകയും ചെയ്യുക എന്നുള്ളതിലാണ്. പിന്നെ ഫങ്ഷണൽ മാനേജ്മെൻറ്റ് ഫോർ കൺസിസ്റ്റൻറ്റ് റിസൾട്ട്സ്. നമ്മുടെ ഓരോ പ്രോസസ്സുകളും സ്ട്രീം ലൈൻ ചെയ്ത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളും ശരിക്കും ഒരു നല്ല ഓയിൽഡ് ആയിട്ടുള്ള മെഷീൻ പ്രവർത്തിക്കുന്ന പോലെ പ്രവർത്തിക്കുന്ന അവസ്ഥ ക്രിയേറ്റ് ചെയ്യണം. അതിനെന്ത് വേണം, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് കറക്റ്റായി സെറ്റ് ചെയ്യണം, അതിൻ്റെ പ്രോഗ്രസ് മോണിറ്റർ ചെയ്യണം, എവിടെയാണ് ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടതെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ കൺസിസ്റ്റൻസി ഈസ് കീ ടു സ്കെയിലിംഗ് യുവർ ബിസിനസ് എന്നുള്ളത് എപ്പോഴും ഓർമ്മയിലുണ്ടാവുക. ഫൈനലി പറയാനുള്ളത് കറേജ് എൻഹാൻസ്മെൻ്റ് ആണ്. ഈ ധൈര്യം ബിസിനസ്സിൽ ആവശ്യം എന്തിനാണ്? കറേജാണ്. ഒരു ലീഡറാണോ നിങ്ങളൊരു ഫോളോവർ ആണോ എന്നുള്ളത് സെപ്പറേറ്റ് ചെയ്യുന്നത്. ലീഡർ എന്ന് പറയുമ്പോൾ ബോൾഡായിട്ടുള്ള ഡിസിഷൻ എടുക്കുന്ന, ടൈമിൽ ഡിസിഷൻ എടുക്കുന്ന, ബിസിനസ്സിന് ആവശ്യമായ കാൽക്കുലേറ്റഡ് റിസ്ക്കുകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ആളാണ്. കറേജ് ടു ഗീവ് ആണ് ആദ്യം വേണ്ട. കറേജ് കൊടുക്കാനുള്ള, അതായത് ഓപ്പൺലി ആൻഡ് ഫെയർലി, അത് ഫീഡ്ബാക്ക് കൊടുക്കാനാവട്ടെ,
അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനത്തിലെ നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്ന ആളുകളെ അംഗീകരിക്കാനാവട്ടെ, കസ്റ്റമറെ സപ്പോർട്ട് ചെയ്യാനാവട്ടെ, സൊസൈറ്റിയിലേക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാനാവട്ടെ, എന്തും നൽകുന്ന ഒരു മെൻറ്റാലിറ്റിയോടുകൂടി പോവുക. അങ്ങനെയുള്ള ലീഡേഴ്സാണ് മറ്റുള്ളവർ എപ്പോഴും ഇൻസ്പയർ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. കറേജ് ടു മേക്ക് ഡിസിഷൻ ക്വിക്ക്ലി ആൻഡ് പ്രൊആക്റ്റീവ്ലി. നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള ധൈര്യം. ബിസിനസ്സിൽ പലപ്പോഴും ചില തീരുമാനങ്ങൾ വൈകിക്കുന്നത് ഹെസിറ്റേഷൻ ക്യാൻ കോസ്റ്റ് യുവർ ഓപ്പർച്യൂണിറ്റീസ് എന്നാണ്. അതായത് നമുക്ക് പലപ്പോഴും പല അവസരങ്ങളും നഷ്ടപ്പെടുത്തി കളയുന്നത് പിന്നെ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ ട്രെയിൻ ചെയ്യുന്നുണ്ട്, നമ്മുടെ ടീമിനെ ട്രെയിൻ ചെയ്യേണ്ടത് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ, പ്രത്യേകിച്ച് ഡാറ്റയെ അടിസ്ഥാനപ്പെടുത്തി നമ്മുടെ ഇൻഡ്യൂഷൻസ്, നമ്മുടെ എക്സ്പീരിയൻസ് ഇതിനെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് നല്ല തീരുമാനങ്ങൾ എടുക്കുക. അതും പ്രോ ആക്റ്റീവായിട്ട് നിൽക്കുക. ആൻഡ് ഫൈനലി കറേജ് ടു ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ് ആൻഡ് ഇൻ യുവർ ടീം. നമ്മളിലും നമ്മുടെ ടീമിലും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ധൈര്യം. ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമല്ല, ട്രെയിനിങ്, ടൂൾസ്, സിസ്റ്റംസ്, നമ്മൾ എന്തെങ്കിലുമൊക്കെ എക്യുപ്മെൻറ്റ്സ് വാങ്ങി നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ട് പോവുക, ടെക്നോളജി യൂസ് ചെയ്യുക. ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു ചലഞ്ചായിട്ട് തന്നെ അത് ഏറ്റെടുത്ത് ചെയ്യാനുള്ളൊരു ധൈര്യം കൂടി ഉണ്ടാവുക. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കൺക്ലൂഷനായിട്ട് പറയാനുള്ള ഇതാണ്: ക്ലാരിറ്റി, ക്യാപ്പബിലിറ്റി, കറേജ്. ഈ മൂന്നും എൻഹാൻസ് ചെയ്യുമ്പോഴാണ് ഒരു ഓർഗനൈസേഷനിൽ ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ഉണ്ടാകുന്നത്. എന്തിൻ്റെ? ആക്സലറേറ്റഡ് പെർഫോമൻസിൻ്റെ. ഇത് വരുമ്പോൾ സ്വാഭാവികമായിട്ട് പെർഫോമൻസിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരും. ക്ലാരിറ്റി ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ആക്ഷൻസിലും നമ്മുടെ ക്യാപ്പബിലിറ്റി നമ്മളെ എന്തിനു വേണ്ടി സഹായിക്കുക? എക്സിക്യൂട്ട് ചെയ്യാൻ. ക്ലാരിറ്റി അലൈൻ വിത്ത് യുവർ ആക്ഷൻ, ക്യാപ്പബിലിറ്റി എക്വിപ്പ് യു ടു എക്സിക്യൂട്ട്, ആൻഡ് കറേജ് ഡ്രൈവ് യു ടു ആക്ട് ഡിസൈസീവ്ലി എന്നാണ് പറയുന്നത്. കാരണം നമുക്ക് നല്ല തീരുമാനങ്ങൾ, നല്ല ഡിസിഷൻസ് എടുത്ത് മുന്നോട്ട് പോകാൻ ഈ 3 പില്ലേഴ്സും ഒരുമിച്ച് നിർത്തി കൊണ്ടുപോയാൽ ഓർഗനൈസേഷൻ അതിശക്തമായ രൂപത്തിലായിരിക്കും വളരുന്നത്. അങ്ങനെ നല്ല ശക്തമായ വളർച്ച കൈവരിക്കാൻ ഇനി വരുന്ന വർഷങ്ങളിൽ എല്ലാ ആളുകൾക്കും സാധിക്കട്ടെ. താങ്ക് യു.